ചരിത്രത്തിലില്ലാത്ത വിധം ജൂൺ ജൂലൈ മാസങ്ങളിൽ കറണ്ടിൻ്റെ പവർ ഡിസ്ട്രപ്ഷൻ, അത് കറണ്ട് കട്ടെന്നോ ലോഡ് ഷെഡിങ് എന്നോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത എന്ത് പേരിട്ട് വേണോ നമുക്ക് പറയാം, പക്ഷേ കറണ്ട് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കറണ്ട് പ്രതിസന്ധിയാകുന്നു എന്നുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേത് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് കറക്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ എന്നറിയില്ല, എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ കുറേ ഡേറ്റയും കണക്കുകളും ഉള്ളത് കൊണ്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ചിത്രം. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയ തലത്തിൽ ലഭ്യതയിലുണ്ടായ ഗണ്യമായ കുറവ് കാരണം ആഗോള താപനത്തിൻ്റെയും എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഫലമായി രാജ്യത്ത് തന്നെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. വൈദ്യുതിക്ക് ചൂട് കൂടി, വൈദ്യുതിക്ക് ഉപയോഗം കൂടിയിട്ടുണ്ട്. വൈദ്യുതി വാങ്ങാൻ കഴിയാത്തതും, അപ്പോൾ നമുക്ക് ദേശീയ തലത്തിലെ ഒരു ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് വൈദ്യുതി വാങ്ങാൻ കഴിയാത്തതും, ഗ്രിഡ് ഫ്രീക്വൻസി അസാധാരണമായി താഴ്ന്ന സാഹചര്യം മൂലമാണ് സംസ്ഥാനത്ത് ഒരു ദിവസത്തെ കണക്ക് വെച്ച് അവർ പറയുന്നത്. ആ ദിവസം തന്നെ നമുക്ക് പറയാം 27/6/2026. ഒരു ദിവസത്തെ കണക്ക് വെച്ച് പറയുമ്പോൾ ബാക്കി അത് മനസ്സിലാക്കാൻ പറ്റും. 7 മണിക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണം അനിവാര്യമായി വന്നു. രാത്രി 7 മുതൽ 8 മണി വരെ 514 മെഗാവാട്ടും, 8 മണി മുതൽ 9 മണി വരെ 622 മെഗാവാട്ടും, 9 മണി മുതൽ 10 മണി വരെ 580 മെഗാവാട്ടും, 10 മുതൽ 11 വരെ 10 മുതൽ 11 മണി വരെ 588 മെഗാവാട്ടും, 11 മുതൽ 12 വരെ 578 മെഗാവാട്ടും, 12 മുതൽ 1 മണി വരെ 250 മെഗാവാട്ടും എന്നിങ്ങനെ ഒരു കണക്കാണ്. അപ്പോൾ ആളുകൾ ഉറങ്ങുന്നതനുസരിച്ചും അല്ലെങ്കിൽ സമയം പോകുന്നതനുസരിച്ച് മെഗാവാട്ട് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്ന കണക്കിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത്. ആകെ ഉപഭോഗം 86.92 ദശലക്ഷം യൂണിറ്റും, അതിൽ KSEBിയുടെ ജലവൈദ്യുത നിലയങ്ങളുടെ ഉൽപ്പാദനം 17.32 ദശലക്ഷം യൂണിറ്റുമായിരുന്നു. നോക്കൂ, 86.92 നിന്ന് 17.32 കുറച്ചാൽ ബാക്കി വരുന്ന മുഴുവൻ വൈദ്യുതി നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഒരു 10-70% വൈദ്യുതി നമുക്ക് പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ആകെ ഉൽപ്പാദനത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ 19% മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നമുക്ക് ഡാമിൽ വെള്ളമില്ല. അപ്പോൾ 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും 80% നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രിസിറ്റി സംവിധാനമാണ് നമുക്കുള്ളത്. വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നിട്ടും സംസ്ഥാനത്ത് ഇന്നലെ രാത്രി, അതായത് 27-ാം തീയതി 7:20 4635 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകത രേഖപ്പെടുത്തി. മുൻ വർഷങ്ങളിലെ ജൂൺ മാസങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ആവശ്യകത, അതായത് ഒരുപാട് പീക്ക് ടൈമുണ്ട്, ഈ 6 മണി മുതൽ വരുന്ന 9 മണി വരെ പീക്ക് ടൈമിലും വലിയ വർധനവാണ് വൈദ്യുതിയിൽ കാണിച്ചത്, ഡിമാൻഡ് കാണിച്ചത്. കാലവർഷത്തിലുണ്ടായ ഗണ്യമായ കുറവ് മൂലം നിലവിൽ KSEB അണക്കെട്ടുകളിൽ 20.89, അതായത് 21% ജലം മാത്രമേ ഡാമുകളിലുള്ളൂ. അതിൽ നിന്ന് ഇതേ കാലയളവിൽ, അതേ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ കാലയളവിൽ 58.58, 60%-ഓളം ഡാമുകൾ നിറഞ്ഞു കടന്ന സ്ഥലത്ത് 20%-മാണ് ഡാമുകളിൽ വെള്ളമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് 40% വെള്ളം കുറയുമ്പോൾ അതിൻ്റെ പ്രതിസന്ധി. ഇത് മലയാളി പഠിച്ചുകൊണ്ടല്ലാതെ നമ്മൾ ഈ സർക്കാരിനെ കുറ്റം പറയാം, അല്ലെങ്കിൽ സംവിധാനത്തെ കുറ്റം പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും ഈ മാറ്റത്തെയും കൂടി മനസ്സിലാക്കുന്ന പ്ലാനിങ്ങിലേക്ക് സർക്കാർ പോകണം. അത് മനസ്സിലാക്കുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകണം. ഇത് വലിയ ഒരു എനർജി ഓഡിറ്റ് ശരിക്കും ഈ സമൂഹത്തിൽ നടക്കേണ്ടതാണ്. വലിയ ഒരു പണി, എനർജി ബഡ്ജറ്റും എനർജി ഓഡിറ്റും ഒരു എനർജി കൺസർവേഷനും നടക്കേണ്ടതാണ്. അപ്പോൾ 60% വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് 20%-മായി കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. നീരൊഴുക്ക് പ്രതീക്ഷിച്ചതിൻ്റെ 58% മാത്രമാണ് ലഭിച്ചത്. ആകെ പ്രതീക്ഷിച്ചതിൻ്റെ 58% നീരൊഴുക്കേ വന്നുള്ളൂ. 52% നീരൊഴുക്കാണ് ഈ വർഷം കുറഞ്ഞത്. ജൂൺ മാസം പ്രതീക്ഷിച്ച അളവിൽ മഴ ലഭിക്കാതിരുന്നത് നിലവിലെ സാഹചര്യം രൂപപ്പെടാൻ പ്രധാന കാരണം. അതേസമയം എൽനിനോ പ്രതിഭാസത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് രാജ്യത്താകെ എന്തുണ്ട്? അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ വൈദ്യുതി ആവശ്യകത ഗണ്യമായി രാജ്യത്തും കൂടിയിട്ടുണ്ട്, ചൂട് കൂടുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലഭ്യതയിൽ കുറവ്, നമുക്ക് കിട്ടുന്നതിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ റെഗുലേറ്ററി അതോറിറ്റിയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും തമ്മിലുള്ള ഒരു ധാരണാപ്പിശ കൊണ്ടുള്ള വൈദ്യുതി വാങ്ങാനുള്ള ചില കണക്കുകളിൽ ചില പ്രശ്നങ്ങൾ പറ്റി, അതും ഉണ്ട്. അതവർ പറയത്തില്ല, ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ പറയത്തില്ല, പക്ഷേ എന്നാലും അതുകൊണ്ടൊരു കണക്ക്. അന്തരീക്ഷ താപനില തുടർന്നാൽ ദേശീയ തലത്തിൽ വൈദ്യുതി ദൗർലഭ്യം തുടർന്നേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല 300ഓളം ജില്ലകളിലാണ് വരൾച്ചാബാധിതമായി മാറുന്നത്. 111 ജില്ലകൾ ആൾറെഡി വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്കാണ് രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മൺസൂൺ ശക്തി പ്രാപിക്കുകയും അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതിഗതികളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാം. ഈ പീക്ക് അവറിൽ ആളുകൾ ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ AC ഉപയോഗിക്കുന്നില്ല, പക്ഷേ AC ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും?
ലോഡ് കൂടുമ്പോൾ ലോഡ് കയറുമ്പോൾ ഇത് പ്രശ്നം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ നന്നാക്കുകയുള്ളൂ. നേരത്തെ പെട്ടെന്ന് അങ്ങ് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഈ അരമണിക്കൂർ കഴിഞ്ഞ്, കാരണം അതല്ലെങ്കിൽ ഇവർക്ക് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പീക്ക് ലോഡിൻ്റെ പ്രശ്നങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കറണ്ടിൻ്റെ അവിടുത്തെ ഉപഭോഗം കൂടിയത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ള പ്രശ്നങ്ങളും, നമ്മുടെ ഡാമിലെ ഈ വെള്ളം 58% വെള്ളം കുറഞ്ഞതും, കഴിഞ്ഞ സീസണിൽ 58%, 60% ഡാം നിറഞ്ഞ് കിടന്ന സ്ഥലത്ത് ഇപ്പോൾ 20% മാത്രം ഡാമിൽ വെള്ളമുള്ളതും, ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, മഴ മാറിയാൽ അത് മാറുന്ന മഴ വീണ്ടും വരും. അങ്ങനെ വലിയ തോതിൽ മഴ വന്നാലും നമുക്ക് പ്രതിസന്ധിയാണ്. വെള്ളപ്പൊക്കവും പ്രളയവും ഉരുൾപൊട്ടലുമാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥിതിയും വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ മഴക്കാലം എന്നൊരു കാലം നമുക്കിനി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മഴ ദിനങ്ങൾ മാത്രമേ ഉള്ളൂ, മഴ ദിനവുമില്ല, മഴ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതായത് സംസ്ഥാനത്ത് പെയ്യുന്ന മഴ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിൽ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം മാറുമ്പോൾ നമ്മുടെ പ്ലാനിങ് മുഴുവൻ തകരാറിലാകും. നാളിതുവരെ തുടരുന്ന ഒരു പ്ലാനിങ്ങും കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കഴിയില്ല. അതിൻ്റെ പുതിയ രൂപത്തിലുള്ള പ്ലാനിങ്ങിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ ജലസംവിധാനം, ജലമേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് വരുന്നത്. ആ പ്രതിസന്ധി വരുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രതിസന്ധി വരുന്നു, കൃഷിക്ക് പ്രതിസന്ധി വരുന്നു, കുടിവെള്ളത്തിന് പ്രതിസന്ധി വരുന്നു, ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ധാരാളം രോഗങ്ങൾ വരും. അങ്ങനെ വലിയ ഒരു ജലപ്രതിസന്ധി. എന്നാൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ മഴയുടെ അൺഈവൻനെസ് ഉള്ളതുകൊണ്ട്, ഈവൻനെസ് ഇല്ലാത്തത് കൊണ്ട്, അസന്തുലിതാവസ്ഥ ഉള്ളത് കൊണ്ട്, അത് വർദ്ധിച്ച് ആ ഗ്യാപ്പ് വർദ്ധിച്ച് വരുന്നത് കൊണ്ട് തന്നെ മലയാളി പുതിയ ഒരു വാട്ടർ മാനേജ്മെൻറ്റിലേക്ക് പോയില്ലെങ്കിൽ വാട്ടർ മാത്രമല്ല ഇല്ലാതാകുന്നത്, മറ്റ് അനുബന്ധ മേഖലകളും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ ഓരോ ദിവസത്തെയും ഒരു ദിവസത്തെ കണക്കുകൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോ 2 മണിക്കൂറിലും 1 മണിക്കൂറിലും ആവശ്യമുള്ള മെഗാവാട്ടിന് കണക്കുണ്ട്. ആ മെഗാവാട്ട് കണക്കിൽ യൂണിറ്റിന് ഉൽപ്പാദിപ്പിക്കുന്നതിനും കണക്കുണ്ട്. അപ്പോൾ വാങ്ങുന്നതിനും കണക്കുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്നതിനൊരു കണക്കുണ്ട്, വാങ്ങുന്നതിനൊരു കണക്കുണ്ട്, ഉപഭോഗത്തിനൊരു കണക്കുണ്ട്. ഇവ തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നതാണ് വലിയ പ്രതിസന്ധി. അപ്പോൾ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം. അല്ലാതെ അത് ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ചെറിയ സംവിധാനമോ മാത്രം വിചാരിച്ചുകൊണ്ട് തീരുന്നതല്ല. ഇത് കേരള സമൂഹമാകെ നല്ലൊരു പ്ലാനിങ്, ഒരു നല്ല ദീർഘവീക്ഷണത്തുള്ള പ്ലാനിങ് നടക്കണം. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഉണ്ട് ഇവിടെ. അതിന് വലിയ പങ്കാണുള്ളത്. അതിന് നേരത്തെ ചെറിയ കെട്ടിടമൊക്കെ ആയിരുന്നു, ഇപ്പോൾ വലിയ കെട്ടിടവും സന്നാഹങ്ങളും ബ്രോഷറും സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അത് ജനങ്ങളിൽ എത്ര കണ്ട് കുറേ പരിപാടികൾ അവർ നടത്തുന്നു, കുട്ടികളെ മത്സരമൊക്കെ നടത്തുന്നതിനപ്പുറം അതൊരു വലിയ ക്യാമ്പയിൻ മോഡിൽ, അതായത് ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന നിലയിൽ, ജനങ്ങളിൽ ആകെ എത്തുന്ന നിലയിലുള്ള ഒരു എനർജി മാനേജ്മെൻറ്റ് സംവിധാനം, ഒരു എനർജി മാനേജ്മെൻറ്റ്, ഒരു എനർജി ഓഡിറ്റ്, ഒരു എനർജി ബഡ്ജറ്റ് തയ്യാറാക്കൽ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിനെയും സജ്ജമാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയണം. അതാണ് വേണ്ടത്. ഒരു ഊർജ്ജ സാക്ഷരത തന്നെ സംസ്ഥാനത്തുണ്ടാകണം. അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകളാണ് വൈദ്യുതി മന്ത്രി. അദ്ദേഹം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ഊർജ്ജ സാക്ഷരത സംസ്ഥാനത്ത് ആവശ്യമുണ്ട്. അത് മറികടക്കണമെങ്കിൽ അത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മഴയുടെ പ്രശ്നങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം. നമുക്ക് അതുപോലെ തന്നെ പരിസ്ഥിതി വകുപ്പ്, പിന്നെ ഇതിനകത്തൊരു നല്ല അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പരിസ്ഥിതി വകുപ്പും ഈ ഊർജ്ജ മന്ത്രിയുടെ കീഴിൽ തന്നെയാണുള്ളത്. അപ്പോൾ പരിസ്ഥിതി വകുപ്പിലും ഒരു പരിസ്ഥിതി സാക്ഷരതയും കൂടി നടക്കേണ്ടതുണ്ട്. ഊർജ്ജ സാക്ഷരതയും പരിസ്ഥിതി സാക്ഷരതയും ഒക്കെ നടന്നാൽ കുറേ അധികം നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും.